സംവാദത്തിലാണ് നമ്മുടെ വിശ്വാസം, വിവാദങ്ങളിലല്ല. ആ സംവാദത്തിന് അവസരമുണ്ടാക്കുക എന്ന് തന്നെയാണ് മോദിജി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ നേതൃത്വം, സംഘപ്രസ്ഥാനങ്ങൾ എല്ലാം ചിന്തിക്കുന്നത്. സംവാദങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആശയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരട്ടെ. ആ ആശയങ്ങളിൽ നിന്ന് ഏറ്റവും സ്ഫുടമായത്, ഏറ്റവും വ്യക്തതയോടെ സ്വീകരിക്കാനുള്ള അവസരം ഭാരതീയത്തിലെ ജനങ്ങൾക്കുണ്ടാകട്ടെ. അതുണ്ടായിരുന്നു നമുക്ക് ആദ്യകാലങ്ങളിൽ. അത് പലപ്പോഴായി പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്കറിയാം. എനിക്ക് ഓർമ്മയുണ്ട്, മാധവജിയുടെ നിര്യാണം നടന്നതിന് ശേഷം വിഷ്ണുനാരായണ നമ്പൂതിരി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, മാതൃഭൂമി ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ മാധവജിയെ അനുസ്മരിച്ച് ലേഖനം എഴുതിയിരുന്നു. നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം മാധവജിയെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവന് ശേഷം കേരളം കണ്ട സാമൂഹ്യ പരിഷ്കർത്താവ് എന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ധർമ്മമാണോ സമൂഹത്തിന് വേണ്ടി അനുഷ്ഠിച്ചത്, അതിന്റെ പിന്തുടർച്ചക്കാരനായി രണ്ടാമതൊരാളെ ഉയർത്തി കാണിക്കണമെങ്കിൽ അതാണ് RSS പ്രചാരകനായ പി മാധവൻ എന്ന് പറഞ്ഞത് പരമേശ്വരജിയാണ്, വിഷ്ണുനാരായണൻ നമ്പൂതിരി. അപ്പൊ ആ നിലയ്ക്ക് നമ്മുടെ ആശയത്തെ, നമ്മുടെ സമൂഹത്തെ നിർവചിക്കുകയും ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്ന കർത്തവ്യം നേരത്തെ നമ്മൾ നടത്തുന്നുണ്ട്. അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആ വിജയം പൂർണ്ണമാക്കേണ്ടതുണ്ട്.